ഞാൻ ഇന്ന് 5 ബ്രാൻഡുകളുടെ ഫേസാണ്. എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹിറ്റ് കിട്ടുന്ന ആളുകൾ ഈ ബ്രാൻഡിങ് ഇൻഡസ്ട്രി എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് എനിക്ക് കിട്ടിയൊരു ഇൻസൈറ്റ് ആയിരുന്നു. ഇത് എന്റെ സ്കിൽ വിത്ത് നോളജ് എന്ന് പറയുന്ന രണ്ടും കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ കാര്യമാണ്. ജിടെക്കിനെ പോലെ ഒരാൾക്ക് സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ജിടെക്കിനെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 764ാമത്തെ ബ്രാഞ്ച് തുടങ്ങി സിംഗപ്പൂർ പോലൊരു സ്ഥലത്ത് ഹെഡ് ഓഫീസുള്ള, ഈജിപ്തിൽ വരെ ഓഫീസുള്ള ഒരു ജിടെക് ആയിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ബ്രാൻഡിങ്ങിന്റെ ഭാഗം തന്നെയാണ്. അത് സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ടാണ്. ഞാൻ മെഹബൂബായിനെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ്, മെഹബൂബായി ജിടെക്കിന്റെ വലുപ്പം എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ജിടെക് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ബ്രാൻഡിങ് എന്റെ മനസ്സിൽ പോലും ഉള്ളൂ. 764th ഒരു 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 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോഴിക്കോട് ഉണ്ടായ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 764th ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അടുത്തത് ഈജിപ്തിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇറ്റ് നീഡ്സ് ടു ബി റീബ്രാൻഡഡ് ഇൻ എ പ്രോപ്പർ വേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. And I felt that I could also contribute. ഇപ്പൊ ഇവിടെ സംസാരിച്ച എല്ലാവരും സംസാരിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റുകളുടെ ക്രെഡിബിലിറ്റിയും അത് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ തരുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. ബട്ട് വാട്ട് ഐ സ്പോക്ക് വാസ് അബൌട്ട് പ്രാക്ടിക്കാലിറ്റി. അതാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് ട്രിപ്പിൾ ഡിഗ്രി ഉണ്ട്, എനിക്ക് MBA മീഡിയ എന്റർടൈൻമെന്റ് ഉണ്ട്, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ ഡിപ്ലോമ ഡിഗ്രി ഉണ്ട്, നിങ്ങൾ അറിയാത്ത കുറെ ഡിഗ്രികൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ബട്ട് അതല്ല ലൈഫിൽ നമ്മളെ സഹായിക്കുക. നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കാലിറ്റി വരുന്ന ശരിക്കും സ്കില്ലും നോളജും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ജനകനായിട്ട് ഇത് ആളുകളിലേക്ക് എത്തണം, ഇത് കുട്ടികളിലേക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു കെൻ ഡു വണ്ടേഴ്സ് ഇൻ ദിസ് ഇറാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വെറുതെ ഒന്ന് മറച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ട കോഴ്സുകളുടെ പേര് എന്ന് പറയുന്നത് AI-യും റോബോട്ടിക്സും പരിപാടികളും സംഭവങ്ങളൊക്കെയാണ്. സോ അന്ന് ന്യൂ ആൻഡ് ഇന്ററാക്റ്റീവ് മീഡിയ 2010 എഴുതിയിരുന്ന അതേ ഒരു തോന്നലാണ് എനിക്ക് വരുന്നത്. ബിക്കോസ് AI എന്ന് പറയുന്നത് എന്തൊക്കെയോ ആണ് എന്നുള്ളത് നമുക്കറിയുള്ളൂ. മെറ്റാവേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അറിയില്ല. ആൻഡ് ഈ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോവുക. സോ ഐ ഫീൽ ദാറ്റ് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇതിന്റെ ഫേസ് ആയിട്ട് കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. ബിക്കോസ് ഐ ഹാവ് മൈസെൽഫ് റിയലൈസ്ഡ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. അന്ന് പ്രോബബ്ലി കുറച്ചും കൂടെ പ്രൊഫഷണൽ രീതിയിൽ ആ സ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഡൺ ഈവൻ മോർ വണ്ടേഴ്സ്. My credits. NEP aligned future proof learning. My credits, my future.